എങ്കിലും ഇതേപോലുള്ള സർക്കാരിന്റെ ഏജൻസികളെ ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് വേണ്ടി നീതിപരമായി രാജ്യത്തിന്റെ താൽപര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അതിനെ മാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമെന്ന് ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ എഴുതാൻ ചുമതലപ്പെട്ട ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങളെയും ശ്രമങ്ങളെയും സമരങ്ങളെയും തല്ലിക്കെടുത്താനാണ് RSSഉം ഈ കേന്ദ്ര ഗവൺമെന്റും ശ്രമിക്കുന്നതെങ്കിൽ, ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ പടച്ച തമ്പുരാനാണ് സത്യം, അതിവിടെ സാധ്യമാവില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് തെറ്റാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്ത് തെറ്റാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്? വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. നാളിതുവരെയായി 30 വർഷമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിനെതിരെ കൃത്യമായ നിലയിൽ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ നിരോധിക്കാൻ വകുപ്പ് കിട്ടാത്തത് കൊണ്ടാണ് 2014 അധികാരത്തിലേറിയ മോഡി ഗവൺമെന്റ് 5 വർഷം രാജ്യത്തെ മുഴുവൻ തീവ്രവാദവും ഭീകരവാദവും ചികഞ്ഞെടുക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പുമായി ഓടി നടന്നിട്ടും സ്വന്തം രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ തീവ്രവാദ പ്രവർത്തനത്തെ ചികഞ്ഞെടുത്തിട്ട് പ്രതിപട്ടികയിൽ ചേർത്ത് നിരോധിക്കാൻ വകുപ്പില്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ 2019 രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ വന്നു. RSSന്റെ സമഗ്രാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. നാഗ്പൂർ ആസ്ഥാനമായിട്ടുള്ള മോഹൻ ഭാഗവത് RSSന്റെ സർസംഘചാലകാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലുള്ള നവസാമൂഹിക പ്രസ്ഥാനങ്ങൾക്കെതിരെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ കൃത്യമായ നിലയിലെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ, കുറ്റപത്രം കൊടുക്കാൻ, അവർ ചെയ്ത തെറ്റുണ്ടെന്ന് തെളിയിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ടാണ് അന്തം വിട്ട് ഭ്രാന്താവേശത്തിൽ സർക്കാരിന്റെ സകലമായ ഏജൻസികളെയും പേപ്പട്ടിയെ പോലെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറ്റാണ് ഈ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്? വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. അതിന്റെ ഓഫീസുകളെ റെയ്ഡ് ചെയ്തു, അതിന്റെ ദേശീയ നേതാക്കന്മാരുടെ വീടുകൾ റെയ്ഡ് ചെയ്തു, ഒപ്പിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ